പ്രീതി എന്താ നല്ല ടെൻഷനിലാണെന്ന് തോന്നുന്നു. എന്തു പറ്റി? ആ, ഞാനിന്ന് അച്ഛനെ കണ്ട് സംസാരിച്ചിരുന്നു. എന്നിട്ട്? നിങ്ങൾ എനിക്ക് എത്രമാത്രം ഉപകാരമാണ് ചെയ്തു തന്നെന്നും ഈ കുടുംബത്തെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലെന്നും ഞാൻ അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചു. കുറച്ചു ദിവസത്തേക്ക് ഇവിടുന്ന് മാറി നിൽക്കാൻ ഞാൻ അച്ഛനെ പറഞ്ഞ് സമ്മതിപ്പിച്ചു. അതെന്തായാലും നന്നായി. ഇവിടെയാണെങ്കിൽ അയാളെ ഓരോന്നും പറഞ്ഞ് ഗിരിയേടിനെതിരെ തിരിപ്പിക്കാൻ കുറെ ആളുകളുണ്ടാവും. നാട്ടുകാർ പറയുന്നത് കേൾക്കാതെ മാറി നിന്നാൽ തന്നെ അയാൾക്ക് സമാധാനം കിട്ടും. എനിക്കും അത് തന്നെയാ തോന്നിയത്. അച്ഛനൊരു മോശം മനുഷ്യനൊന്നുമല്ല. ആളുകൾ പറയുന്നത് കേട്ട് ദേഷ്യത്തിൽ ഓരോന്ന് ചെയ്തു പോകുന്നതാ. ആളുകൾ പല കുറ്റകൃത്യങ്ങളും ചെയ്തു പോകുന്നത് ദേഷ്യം വരുമ്പോഴാ. അതുകൊണ്ട് പീതാംബരനോട് ശാന്തനായതിനു ശേഷം തിരിച്ചു വരാൻ പറഞ്ഞാ മതി. പീതാംബരം പോയ സ്ഥിതിക്ക് പ്രശ്നം ഒഴിവായില്ലേ? ഇനി എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അച്ഛൻ മംഗലാപുരത്തേക്കാ പോയത്. എത്തിയാൽ ഉടനെ എന്നെ വിളിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അവിടെ എത്തേണ്ട സമയവും കഴിഞ്ഞു. ഇതുവരെ എന്നെ വിളിച്ചിട്ടില്ല. ഞാൻ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. അതാ ഒരു ടെൻഷൻ. കുറെ ദൂരം വണ്ടി ഓടിച്ച് പോയേണ്ടതല്ലേ? ചിലപ്പോ അവിടെ എത്തിയിട്ട് ക്ഷീണം കാരണം ഉറങ്ങിപ്പോയി കാണും. എന്തായാലും പ്രീതിയുടെ മിസ് കോൾ കണ്ടാ തിരിച്ചു വിളിക്കാതിരിക്കില്ല. അവിടെ അച്ഛൻ സുരക്ഷിതമായി എത്തിയെന്നറിയാതെ ഒരു മനസമാധാനവും ഇല്ല. അച്ഛനോട് പോവാൻ പറയണ്ടായിരുന്നു എന്ന് ഇപ്പൊ തോന്നുന്നുണ്ടോ? സ്വന്തം മകൾ അദ്ദേഹത്തോട് നാട് വിട്ടു പോവാൻ പറയുമ്പോ അച്ഛന് ഒരുപാട് വിഷമം തോന്നിക്കാണും. അത് അദ്ദേഹത്തിന്റെ നല്ലതിനു വേണ്ടി തന്നെയാണെന്ന് ഞാൻ സ്വയം സമാധാനിപ്പിക്കായിരുന്നു. പക്ഷെ 100 കുറ്റമുണ്ടെങ്കിലും അദ്ദേഹം എന്റെ അച്ഛനല്ലേ. അച്ഛനടുത്തില്ല എന്ന് ആലോചിക്കുമ്പോ വിഷമമുണ്ട്. പ്രീതി വിഷമിക്കണ്ട. കുറച്ചു ദിവസം മാറി നിൽക്കുമ്പോ ചെയ്ത തെറ്റുകളെല്ലാം തിരിച്ചറിയാൻ നിന്റെ അച്ഛന് സാധിക്കും. എല്ലാ അച്ഛന്മാരെയും പോലെ പീതാംബരനും പ്രീതിയുടെ നല്ലത് തന്നെ ആഗ്രഹിക്കുന്നത്. പക്ഷേ പ്രീതിയുടെ നല്ലത് എന്താന്ന് മനസ്സിലാക്കാൻ അയാൾക്ക് സാധിക്കുന്നില്ല എന്ന് മാത്രം. പിന്നെ ഹരീഷിന് പ്രീതി ഉപേക്ഷിച്ചത് ശരിയായ തീരുമാനമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി പ്രീതിയുടെ കൂടെ നിൽക്കും. എന്റെ കൂടെ നിന്നില്ലെങ്കിലും അച്ഛൻ എന്നെ എതിർക്കാതെ നിന്നാ മതി. പ്രീതി വെറുതെ ടെൻഷൻ അടിക്കാതെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. അല്ല, ഗിരിയേട്ടൻ ഇതുവരെ വന്നില്ലേ? ഇന്ന് വീട്ടിലേക്ക് വരില്ലാന്ന് മെസ്സേജ് അയച്ചിരുന്നു. ഞാൻ കാര്യം അറിയാൻ തിരിച്ചു വിളിച്ചപ്പോ ഫോൺ എടുത്തില്ല. ചിലപ്പോ സൈറ്റിൽ എന്തെങ്കിലും ജോലി തിരക്കിലായിരിക്കും. ശരി. നീ ഉറങ്ങിയില്ലായിരുന്നോ? ഇല്ല. എന്താ വരാൻ ഇത്ര താമസിച്ച്? ഇറങ്ങാൻ നേരത്ത് ഹോട്ടലിലേക്ക് കുറച്ച് കൂട്ടുകാർ വന്നു. അവരെ കണ്ടിട്ട് വർഷങ്ങളായി. പലരും പുറത്തുള്ളവരാ. ഇപ്പം മിസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കാണണമെങ്കിൽ 5-6 കൊല്ലം എടുക്കും. അവരുമായിട്ട് സംസാരിച്ചിരുന്നപ്പോ സമയം പോയത് അറിഞ്ഞില്ല. സഞ്ജുവേട്ടൻ കൈ എന്താ മറച്ചു വെച്ചിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല. സഞ്ജുവേട്ടനാ കൈ ഒന്ന് കാണിച്ച. എന്തിന്? ഒരു കുഴപ്പമില്ല ബേബി. എന്നാ കാണിക്ക്. കാണിക്ക് സഞ്ജുവേട്ടാ, കാണിച്ച. ഇതെങ്ങനെ പറ്റിയതാ? ഞാൻ പറയാം, പക്ഷെ നീ കളിയാക്കി ചിരിക്കരുത്. ആദ്യം നടന്നത് എന്താണെന്ന് പറ. ഞങ്ങള് കൂട്ടുകാരെല്ലാവരും വെള്ളം അടിച്ച് കുറച്ച് ഓവറായപ്പോ ഈ കത്തി വെച്ച് ഇങ്ങനെ കളിക്കാൻ തുടങ്ങി. മറ്റേ കൈ ഇങ്ങനെ വെച്ച് വിരലിന്റെ ഇടയിൽ കൂടെ കത്തി വെച്ച് കുത്തുന്നൊരു പരിപാടിയില്ലേ, അത് എന്റെ ഉന്നം തെറ്റി കയ്യിൽ കൊണ്ടു. ഇത് കേട്ടിട്ട് അത്ര വിശ്വാസം പോരല്ലോ. അയ്യോ, സത്യമായിട്ട് ഇതാ സംഭവിച്ചത്. എന്തായാലും നാളെ ഡോക്ടറിനൊന്ന് കാണിക്കാം. അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? എന്താ, ആശുപത്രിയിൽ പോകാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? വല്ല പോലീസ് കേസോ മറ്റോ ഒപ്പിച്ചോ? ഏയ്, അങ്ങനൊന്നുമില്ല. നമുക്ക് നാളെ തന്നെ ആശുപത്രി പോവാം. എന്നെവിടെ ഇരിക്കെ, ഞാൻ ബാൻഡേഡ് ഒട്ടിച്ചേരാം.
എന്നിട്ട് വാ, എന്തെങ്കിലും കഴിക്കാം. അമ്മേ, ഞാൻ സ്റ്റേഷനിലേക്ക് ഇറങ്ങുവാണേ. ശരി മോളെ. പിന്നെ ഗിരി നിന്നെ വിളിച്ചായിരുന്നോ? ഇല്ല, ഇന്നലെ ഇന്നുമായിട്ട് ഞാൻ കുറെ തവണ വിളിച്ചു നോക്കി, എടുത്തില്ല. ഞാൻ വിളിച്ചിട്ടും അവനെ എടുക്കുന്നില്ല. എന്തെങ്കിലും ജോലി തിരക്കിൽ പെട്ട് കാണും. എന്ത് തിരക്ക്? ഫോൺ എടുത്തൊന്നു കാര്യം പറയാൻ അത്രയും സമയം വേണോ? വീട്ടിലുള്ളവരെ തീ തീറ്റിക്കാൻ ഓരോ പരിപാടികൾ ഒപ്പിച്ചോളും. അമ്മ ടെൻഷൻ അടിക്കണ്ട. ഗിരിയേട്ടൻ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. നൂറായുസ. രാത്രി മുഴുവൻ എവിടെയായിരുന്നടാ? ഞാൻ സൈറ്റിലായിരുന്നു. കുറെ ജോലികൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നോണ്ട് ഫോൺ എടുക്കാൻ പറ്റിയില്ല. നീ എവിടെയാണെന്ന് അറിയിക്കാൻ അത്ര സമയം വേണോ? എന്റെ കാര്യം മറന്നേക്ക്. പക്ഷേ ഇവളുടെ കാര്യമെങ്കിലും ഓർത്തുകൂടെ? ഈ ഒരവസ്ഥയിൽ ഇവളെ ടെൻഷൻ എടുപ്പിക്കുന്നത് ശരിയാണോ? സോറി. സാരമില്ല ഗിരിയേട്ട, പുതിയ ജോലി ആയതുകൊണ്ട് ഉത്തരവാദിത്തങ്ങൾ കൂടുതലുണ്ടാവുമെന്ന് എനിക്ക് മനസ്സിലാവും.